നിന്നോട് പറഞ്ഞ, നിന്റെ കുടുംബത്തോട് പറഞ്ഞ, നിന്റെ തലമുറയോട് പറഞ്ഞ, നിന്റെ സഭയോട് പറഞ്ഞ, നിന്റെ മിനിസ്ട്രിയോട് പറഞ്ഞ, നിന്റെ ശുശ്രൂഷയോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നീ നടന്നെടുക്കേണ്ടതിന് ചില ശോധനകളുണ്ട്. നമ്മുടെ ദൈവം ബഹുസമ്പന്നനാണ്. ഹല്ലേലൂയ. അവൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് കർത്താവാണ് പറഞ്ഞത്. അവൻ പുരാതന സമ്പത്തിൻ്റെ ഉടമയാണ്. കരമടിച്ച് നല്ലപോലെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ ഹോളിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ നടക്കുന്നത്, വീര്യപ്രവർത്തികൾ നടക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. ഭൂതങ്ങൾ അലറി ഓടുന്നത്, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്, അന്യാരാധന ശക്തികൾ ദേശം വിട്ട് പലായനം ചെയ്യുന്നത്, കുടുംബങ്ങൾക്കും തലമുറകൾക്കും എതിരായി നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ആരാധനയുടെ ശക്തിയിൽ ദേശം വിട്ടു പോകുന്നത് നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഈ രാവിലെ പരമാർത്ഥതയോടെ നന്നായി ഒരു നിമിഷം ആ കരമൊന്ന് അടിച്ച് ആത്മാവിൽ പ്രതികരിച്ച് ആരാധിച്ച് യേശുവിൻ്റെ നാമത്തിൽ. വായിച്ച സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ദാവീദ് പാടിയ ഒരു സങ്കീർത്തനത്തിലെ മൊത്തത്തിലുള്ള വിഷയം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 2 പേരെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന് നീതിമാൻ, 2 ദുഷ്ടൻ. ഈ ലോകത്തിലെ മുഴുവൻ സമൂഹത്തെയും കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭക്തനായ ദാവീദ് പാടി, ദുഷ്ടനുണ്ട്, അവരുടെ നടുവിലാണ് നീതിമാനെ നട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീതിമാനായ നീ അവൻ്റെ നീതികേട് കണ്ടിട്ട് മുഷിഞ്ഞു പോകരുത്. ഒരല്ലേ പറഞ്ഞു, അവൻ്റെ പദ്ധതി നിന്നെ മുഷിപ്പിക്കുക എന്നുള്ളതാണ്. പെനിന്നയ്ക്ക് എത്രയോ മക്കളുണ്ടായി. ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, കുളിപ്പിക്കുമ്പോൾ, പാല് കൊടുക്കുമ്പോൾ, ഡ്രസ്സ് ഇടിയിപ്പിക്കുമ്പോൾ, ഒരുക്കുമ്പോൾ, സ്കൂളിൽ വിടുമ്പോഴൊക്കെ അവൾ കുഞ്ഞുങ്ങളെ നോക്കി തൊട്ടടുത്ത മുറിയിൽ കരയുന്നവർക്ക് കേൾക്കത്തക്ക നിലയിൽ പറയും, നിനക്കൊരു കുഞ്ഞിക്കാലുണ്ടായില്ലല്ലോ ഇവിടെ. അതിനൊക്കെ ദൈവത്തിൻ്റെ കരുണ വേണം. നീ ഇങ്ങനെ മക്കളില്ലാത്തവളായി മച്ചിയായി ചാകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് 1, 2, 3 എന്ന ക്രമത്തിൽ വേദനിപ്പിക്കുമ്പോൾ അവൾ അകത്തിരുന്നു കൊണ്ട് മുഷിഞ്ഞ് കരയും. ഹന്നയെ പെനിന്ന മുഷിപ്പിച്ചെന്ന് എഴുതിയേക്കുന്നത്. എന്ത് ചെയ്തു? മുഷിപ്പിച്ചപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ അടവ്, ഏറ്റവും വലിയ അടവ് നമ്മളെ മുഷിപ്പിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചാട്ട്. പക്ഷെ ഭക്തൻ നമ്മളോട് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, നീ എന്ത് ചെയ്യരുത്, അടുത്തിരിക്കുന്ന ആളിനെ കൈ കൊടുത്ത് പറഞ്ഞാൽ മുഷിയരുതെന്ന് പറഞ്ഞോ എല്ലാവരും. മുഷിയരുത്. നിന്ദിക്കും, പരിഹസിക്കും, അപമാനിക്കും, ഒറ്റപ്പെടുത്തും. നീ അറിയാത്ത, മനസ്സറിയാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറയും, പഴിയും ദുഷിയും പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ അവിടെ നിന്ന് എന്ത് ചെയ്യരുത് പറഞ്ഞേ? അതിനെല്ലാം നീ സ്തോത്രം ചെയ്യണം. അതിനെല്ലാം സ്തോത്രം ചെയ്യണം. ക്രൂശില്ലാതെ ഒരു ഉയർപ്പില്ല. ക്രൂശ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ ക്രൂശിൻ്റെ പുറകിൽ ഭയങ്കര അപമാനം. വഴിപോക്കരെല്ലാം തല കുലുക്കി അവനെ അപമാനിച്ചെന്നാണ്. ക്രൂശ് കാർക്കച്ച് തുപ്പലേറ്റ സ്ഥലമാണ്. ക്രൂശ് രോമം പിഴുതു പറിച്ച സ്ഥലമാണ്. ക്രൂശ് ചാട്ടവാറന് അടികൊണ്ട സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒരു ഭാഗത്ത് സഹിക്കുമ്പോൾ മറുഭാഗത്ത് യേശു കണ്ടത് ആ രക്തത്തിൽ വീണ്ടെടുക്കുന്ന സഭയാണ്. സഭയെ കണ്ടപ്പോൾ ഈ നിന്ദയെ, ഈ അപമാനത്തെ അലക്ഷ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ കിടന്ന് യേശു മുഷിഞ്ഞെന്നല്ല, യേശു പറഞ്ഞു, പിതാവേ എല്ലാം നിവൃത്തിയായി. എന്താണോ സ്വർഗം പുത്രനെ പരമേൽപ്പിച്ചത്
ആ പരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ കർത്താവിനും സ്വർഗത്തിനും സന്തോഷമായെങ്കിൽ ഇന്ന് പകൽ നമ്മളുടെ മേലെല്ലാം ദൈവം അതുപോലെ ഒരു നിയോഗം തന്നിട്ടുണ്ട്. ചിലത് സഹിക്കാൻ നീ അന്നേരം മുഷിഞ്ഞു പോകരുത്. നീ ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ആനന്ദിക്കണം. ഈ ദുഷ്ടനെ കുറിച്ച് പറയണം, അവൻ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകും, പക്ഷെ നീ തഴച്ചു വളരും. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പം നമ്മുടെ തഴച്ചു വളരാൻ വേണ്ടിയാണ്. എന്നോട് രാവിലെ ദൈവാത്മാവ്, ഇന്നലെ രാത്രിയിൽ ഞാൻ വളരെ ഒരു മണി കഴിഞ്ഞാണ് ഞാൻ കിടന്നത്. രാവിലെ 5 മണിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റു. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം തഴച്ചു വളർത്താൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും നല്ലപോലെ സ്തോത്രം പറഞ്ഞില്ല. ഞാൻ ചോദിച്ച കർത്താവേ, സഭയാണോ എന്നെയാണോ ഇട്ടിയപ്പാറ വേലയാണോ? ദൈവം പറഞ്ഞു, നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോന്നിനെയും, അവൻ്റെ കുടുംബത്തെയും അവൻ്റെ തലമുറയെയും ഞാൻ തഴച്ചു വളർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് ആരാധിക്കാവുള്ളൂ. എതിരികൾ പലതും ഉണങ്ങിപ്പോകുമ്പോൾ, വേഗത്തിൽ ഉണങ്ങിപ്പോകുമ്പോൾ ചിലതിനെ തഴച്ചു വളർത്താൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അപ്പൊ അതിനെന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. എല്ലാവരും പറഞ്ഞേ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദേശത്ത് പാർത്ത് ഇന്ന് പകൽ ചില വിശ്വസ്തരെ ദൈവം നോക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വിശ്വസ്തരെ, ആരാധിക്കുന്ന വിശ്വസ്തരെ, വിശുദ്ധി സൂക്ഷിക്കുന്ന വിശ്വസ്തരെ, കൃപയിൽ നിൽക്കുന്ന വിശ്വസ്തരെ, യേശുവിന് വേണ്ടി ജീവിക്കുന്ന വിശ്വസ്തരെ ഇന്ന് രാവിലെ ദൈവം ശ്രദ്ധിക്കുകയാ. ഏറ്റെടുക്കുന്നവർ ചേർന്ന് ഈ രാവിലെ പരമാർത്ഥതയോടെ ദൈവത്തെ സ്തുതിച്ച്, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുമ്പോൾ നോക്കിയ ഭക്തൻ പറയാണ്, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധി പകരുകയാണ്. താഴെ നിന്ന് വിശ്വസ്തത ഉയരുന്നു, മോളിൽ നിന്ന് വിശുദ്ധി പകരുന്നു. അപ്പോൾ വിടുതൽ നടക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ പ്രകാശിന് ഇന്ന് തിരുവനന്തപുരം ശ്രീത്തയിൽ അഡ്മിറ്റ് ആകുന്നു. നാളെ കഴിഞ്ഞോ അവരുടെ ക്രമീകരണം അനുസരിച്ച് ഓപ്പറേഷൻ നടക്കണം. ഞാൻ ഇന്നലെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ദൈവം സൗഖ്യമാക്കും. അല്പ കഷ്ടത്തിൽ കൂടെ പോവും. രക്ഷപ്പെടുമോ എന്നുള്ള ആശ ചിലപ്പോൾ നശിക്കും. പക്ഷേ കപ്പൽ തകർന്നു, പലകകൾ തകർന്നു, യാത്രക്കാർ 276 പേരും കടലിൽ പോയി. എങ്കിലും ആശ നഷ്ടപ്പെട്ടവരെ പലകകളിൽ പിടിച്ച് അക്കരെ എത്തിച്ചതുപോലെ രമന വിശ്വസിക്കുന്നവർ നന്നായിട്ട് രാവിലെ ആരാധിക്കട്ടെ. പലകകളിൽ പിടിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് 7 പടി താഴോട്ടിറങ്ങി വന്നു. പക്ഷെ ആ വാക്യങ്ങൾ അവസാനിക്കുമ്പോൾ 7 പടി ദൈവം അവനെ ഉയർത്തി. നമുക്ക് സമയത്തിൻ്റെ പരിമിതികൾ ഉണ്ടെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ. ഒരല്ലേ പറഞ്ഞേ, ദൈവമക്കൾ ഉണ്ടാകേണ്ട പാപം ക്രിസ്തുവേശുവിലെ പാപമാണ്. സഹിക്കുന്ന, ക്ഷമിക്കുന്ന, കരുതുന്ന, സൗഖ്യമാക്കുന്ന, വിശക്കുന്നവനപ്പം കൊടുക്കുന്ന, കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിയുന്ന, വിശക്കുന്നവനെ കണ്ട് മനസ്സലിയുന്ന, വഴി അടഞ്ഞവനെ വഴി തുറക്കുന്ന, ബന്ധിക്കപ്പെട്ടവനെ അഴിച്ചുവിടുന്ന ആ ക്രിസ്തുവിൻ്റെ മനസ്സ്. ഒരല്ലേ പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ പാപം തന്നെ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മെ ആദരിക്കുന്ന ഒരു അത്ഭുതവാനായ ദൈവമുണ്ട്. ക്രിസ്തുവിൻ്റെ പാപം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ, യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. എല്ലാവരും പറഞ്ഞേ. ഇവിടെ വന്ന് എന്തെങ്കിലും ജാടഭിത്തികൾ കാണിച്ച് നാട്ടുകാരെല്ലാം കൂടെ പൂമാലയിട്ട് ദൈവമാക്കിയാണല്ലോ യേശു ദൈവമായിരുന്നു. നമ്മെ രക്ഷിക്കാൻ കർത്താവ് ദൈവത്വം വെടിഞ്ഞു, ദൈവത്തുള്ള സമത്വം വെടിഞ്ഞു. അവൻ ദൈവമായിരിക്കെ ദൈവത്തുള്ള സമത്വം വെടിഞ്ഞിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് തന്നെത്താൻ താഴ്ത്തി. എവിടം വരെ? അങ്ങ് കല്ലറയ്ക്കകത്ത് വരെ.
അവിടെയും കിടന്നില്ല. ബദ്ധന്മാരെ രക്ഷിക്കേണ്ടതിനായിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി. അപ്പൊ സ്വർഗത്തിലിരുന്നവൻ പാതാളം വരെ ഇറങ്ങി എത്രയും താഴാമോ അത്രയും താഴോട്ട് പോയി. അപ്പോൾ പൈശാചിക പാളയങ്ങൾ പറഞ്ഞു, ഇനി ഉയരത്തില്ല. ഇതുകൊണ്ട് അവന്റെ വെടിക്കെട്ട് തീർന്നു, അവന്റെ പരിപാടി തീർന്നു. അവനിനി പൊങ്ങത്തില്ല, അവന്റെ കുടുംബം വളരത്തില്ല, അവന്റെ തലമുറ ഗതി പിടിക്കത്തില്ല, അവനിനി ഒരു ശുശ്രൂഷയില്ല, അവന് മുമ്പോട്ട് വഴിയില്ല എന്നൊക്കെ പിശാചിന്റെ പാളയം പറഞ്ഞു. പക്ഷേ സ്വർഗം ചെയ്തത് കേൾക്കണ്ടേ? അവനെ ഉയർത്തി. ഒരു സ്തോത്രം പറയണം. നീ താഴാമോ ദൈവസന്നിധിയിൽ? താഴാമെങ്കിൽ ദൈവം നിന്നെ എത്ര പടി താണോ അത്രയും പടി ദൈവം നിന്നെ ഉയർത്തും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് കരമടിച്ച് ആരാധിച്ച് ദൈവസന്നിധിയിൽ താഴുന്നവനെ ദൈവം എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തി. ഹല്ലേലൂയ. ഓ, ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ദൈവദാസൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം പാതി വഴിക്ക് എന്നെ കൊണ്ട് ഇതൊന്നും വയ്യെന്നും പറഞ്ഞിട്ടിട്ട് പോയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ മാക്സിമം കുറെ സഹിച്ചാലും ക്രൂശ് വരെയൊക്കെ ആകുമ്പോൾ ഒരു പക്ഷെങ്കിൽ എനിക്കിത് പറ്റത്തില്ലെന്നും പറഞ്ഞ് മാറിപ്പോയേക്കാം. പക്ഷെ കർത്താവ് ക്രൂശിലെ മരണത്തോളം, സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാ. അവിടുന്ന് താഴോട്ട് പോയി 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 ക്രൂശിലെ മരണത്തോളം ആരായിത്തീർന്നു? ആർക്ക്? പിതാവിന്. നീ ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ഇരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ വഴി അവനെ പരമേൽപ്പിച്ചാൽ അവൻ നിന്റെ വഴി തുറക്കും. ഇന്ന് രാവിലെ ദൈവ പൈതലിനോട് ദൈവം പറയുന്നു, ഇവിടെ മാത്രമല്ല ലൈവിൽ ആരെല്ലാം ഞങ്ങളെ കേൾക്കുന്നു, നിന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിച്ച ദൂത് പറയുന്നു. ദൈവം വഴി തുറക്കാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ചില വഴികൾ ഇന്ന് പകൽ ദൈവം തുറക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ, നിന്റെ വഴി അവനെ പരമേൽപ്പിക്കാൻ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചേ, ഒരു നിമിഷം ആ കണ്ണടച്ച് നിന്റെ വഴി, നിന്റെ ജോലിയാകട്ടെ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസമാകട്ടെ, നിന്റെ പിതാവിന്റെ സൗഖ്യമാകട്ടെ, നിന്റെ കുഞ്ഞിന്റെ വാക്തത്വമാകട്ടെ, പ്രൈസ് ദി ലോർഡ്, നിന്റെ വീടിന്റെ പണിയാകട്ടെ, നിന്റെ ഭർത്താവിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ആകട്ടെ, ഓ നിന്റെ പ്രിയപ്പെട്ടവന്റെ ആ രോഗത്തിന്റെ വിടുതലാകട്ടെ, ആ ഉടുവുകൾ യോജിക്കുന്നതാകട്ടെ, ആ മുറിവുകൾ കരിയുന്നതാകട്ടെ, നിന്റെ വഴി രാവിലെ യഹോവയെ ഫലമേൽപ്പിക്ക്. നീ അത് ചുമന്നുകൊണ്ട് നടക്കരുത്. ഇന്ന് രാവിലെ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്ക്. അവനെ തന്നെ ആശ്രയിക്ക്. നീ മടങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ചില വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് പകരുവാൻ, ഓ വിശ്വസിക്കുന്നവർ മാത്രം നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. തുടരാ മനഗ രഗത രൗഷേ രമനേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, എത്രയും താണു? മരണം വരെ താണു. അടുത്ത വാക്യം, താണത് കൊണ്ട് ഉയർത്തി. ഒരല്ലേ പറഞ്ഞു? അതുകൊണ്ട്. ഏതുകൊണ്ട്? സ്വർഗം മുതൽ പാതാളം വരെ താണതുകൊണ്ട് ദൈവം അവനെ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, വർഷം 20, 30, 40 ആയിട്ട് നീ ഓടുക, പക്ഷെ ഒരു ഉയർച്ചയും ഇല്ല. പക്ഷെ ഇന്ന് പകൽ ഈ ജൂൺ മാസം 2-ാം ഞായറാഴ്ച പകൽ, 8-ാം തീയതി പകൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. പാസ് ഉയർത്തിയാൽ പാസ്റ്ററുടെ കഴിവ് പോലെ ഉയരത്തുള്ളൂ. സ്വത്രം പറഞ്ഞേ, ഒരു മനുഷ്യൻ ഉയർത്തിയാൽ അവന്റെ ബലത്തിലെ ഉയർത്തത്തുള്ളൂ. പക്ഷെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ അത്രയും നിന്നെ ഉയർത്തും. ഒരു സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട്, ഏതുകൊണ്ട്? ദൈവസന്നിധിയിൽ താണതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഉലകത്തിൽ ആർക്കും തടയാനൊക്കത്തില്ല. കല്ലുകൊണ്ട് വാതുക്ക വെച്ചാലോ, കല്ലറ പൂട്ടി മുദ്രയിട്ടാലോ, പട്ടാളത്തെ കാവലാക്കിയാലോ ഒന്നും നിന്റെ വഴി തടയാനൊക്കത്തില്ല.
ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നവർ ശക്തമായി ആരാധിക്കണം. സ്വർഗം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആ വഴി അടയ്ക്കാൻ ഉലകത്തിൽ ആരെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ചേർന്ന് കരമടിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം ചിലരെ ഉയർത്താൻ പോകുകയാണ്, ചില കുടുംബത്തെ ഉയർത്താൻ പോകുകയാണ്, ചില തലമുറകളെ ഉയർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഉയർച്ച ദൈവത്തിങ്കൽ നിന്ന് വരുന്നു, ഉയർച്ച സിയോനിൽ നിന്ന് വരുന്നു. ഇന്ന് രാവിലെ ആ കരം കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരം കുറുകിയിട്ടില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഒന്ന്, ഉലകത്തിലെ ഏറ്റവും വലിയ നാമം അവന് നൽകി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവരെന്തോ അല്പനിമിഷം മുമ്പേ പറഞ്ഞെന്നറിയാമോ? ഇവന് ബെയൂസബയിലാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനാണ്, ഇവൻ മറിയയുടെ മോനാണ്, ഇവൻ ജോസഫിൻ്റെ മോനാണ്, പ്രീസലോ ഇവൻ തച്ചൻ്റെ മകനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ അപമാനിച്ചു. പക്ഷെ ദൈവം അവന് ഒരു നാമം നൽകി. ആ നാമം ഒന്ന് പറഞ്ഞേ, നിന്റെ പേര് ദൈവം ഉയർത്താൻ തുടങ്ങിയ, സ്തോത്രം പറയണം, നിന്റെ പേര് ദൈവം ഉയർത്താൻ തുടങ്ങിയ പിന്നെ ആർക്കും അത് തടയാനൊക്കത്തില്ല. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, അവനൊരു ഗതി ഉണ്ടാകുമോ, അവൻ വളരുമോ, അവനൊരു ഭാവിയുണ്ടോ എന്നൊക്കെ പറയുന്ന ചില ദൈവം ഉയർത്താൻ പോവാ. ഉയർത്തുകയല്ല, അവനൊരു നാമം കൊടുക്കാൻ പോകുകയാണ്. സമൂഹം അംഗീകരിക്കുന്ന നിലയിൽ ഒരു നാമം ദൈവം അവന് കൊടുക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആരോടോ വ്യക്തമായി ഇടപെടുകയാ. ഇനി എൻ്റെ കുഞ്ഞ് റൂം വിട്ട് പുറത്തു വരത്തില്ല, അവൻ ഇനി ആ ബന്ധനം അഴിയത്തില്ല, അവനെ ശത്രു ഒതുക്കിക്കളഞ്ഞു എന്ന് പറയുന്നിടത്ത് കരയുന്ന മാതാവേ, പിതാവേ, നിന്നോട് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, അവനെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ദൈവം അവനെ ഉയർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ രാവിലെ കരം ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവം അവനെ ഉയർത്തുകയാ. എവിടം വരെ ഉയർത്തി നോക്കിക്കേ, വായിച്ചേ. അടുത്ത വാക്യം. സ്വർലോകം, അധോലോകം, മൂന്ന് ലോകങ്ങൾ. ഒന്ന് ശ്രദ്ധിക്കണേ. സ്വർലോകം, ഭൂലോകം, അധോലോകം. എല്ലാരും പറഞ്ഞേ, സ്വർലോകം, ഭൂലോകം, അധോലോകം. ഏറ്റവും താഴ്ത്തി കൊടുത്തപ്പോൾ മൂന്ന് ലോകങ്ങളുടെയും മേളിൽ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങിയിട്ട് യേശുവിൻ്റെ നാമം മേലായ നാമമായി ഉയർത്തിയത് അവൻ താണതുകൊണ്ടാണെങ്കിൽ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലെ ഒന്ന് വിശ്വസിച്ചേ, ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. ഉടുത്ത് ചാരം വാരി ഇട്ട് വെണ്ണീറിന്റെ അകത്ത് പട്ടണത്തിന് നടുവിൽ കരഞ്ഞവനെ രാജാവിൻ്റെ വെള്ള കുതിരയുടെ പുറത്ത് കയറ്റി രാജാവിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് രാജാവിൻ്റെ കിരീടം വെപ്പിച്ച് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞവനെ ഉയർത്തിയതുപോലെ ഇന്ന് രാവിലെ കരയുന്ന ചിലതിനെ, കരയുന്നതിൻ്റെ തലമുറയെ ദൈവം ഉയർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ രാവിലെ നന്നായി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. 7 പടി താണവനെ 7 പടി ഉയർത്തിയതുപോലെ ചില ഉയർച്ചകൾ ആത്മാവ് കുടുംബങ്ങൾക്ക് കൽപ്പിക്കുകയാ. വിശ്വസിക്കുന്നവർക്കായി ഈ രാവിലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഇതാ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് 10 സഹോദരന്മാർ ഒന്നിച്ച് ദൈവകൃപയുള്ള ഒരുത്തനെ പിടിച്ച് വസ്ത്രമടിച്ച് പൊട്ടക്കറ്റിൽ എറിഞ്ഞു. അവനെ 20 കാശിന് വിറ്റു. അവൻ പൊത്തിപ്പേറിന്റെ വീട്ടിൽ പോയി അപമാനിക്കപ്പെട്ടു. അകാരണമായ കാരണങ്ങളാൽ പ്രാർത്ഥിക്കുന്നവനെ കാരാഗ്രഹത്തിൽ അടച്ചു. പക്ഷേ ശോധനാകാലം കഴിഞ്ഞു. സ്തോത്രം പറയണം. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തങ്ങളുടെ പുറകിൽ ഒരു ശോധനയുണ്ട്.
വ്യക്തമായി ദൈവം പറയുന്നു, നിന്നോട് പറഞ്ഞ, നിന്റെ കുടുംബത്തോട് പറഞ്ഞ, നിന്റെ തലമുറയോട് പറഞ്ഞ, നിന്റെ സഭയോട് പറഞ്ഞ, നിന്റെ മിനിസ്ട്രിയോട് പറഞ്ഞ, നിന്റെ ശുശ്രൂഷയോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നീ നടന്നെടുക്കേണ്ടതിന് ചില ശോധനകളുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു, നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കതകും അടച്ച് നിന്റെ മുഖം എനിക്കിനി കാണണ്ട, എനിക്കിങ്ങനൊരു മകളില്ല, എനിക്കിങ്ങനൊരു മകനില്ല, ഇങ്ങനൊരു ഫാസില്ല, നീ ഇനി എൻ്റെ വീട്ടിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്നെ അഴിക്കകത്ത് അകപ്പെടുത്തി കാലും കൈ ചങ്ങലക്കിട്ടാലും പേടിക്കണ്ട, ആളയക്കും, നിന്നെ വിളിക്കും. നീ വന്ന് എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്നവർ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനും മഹത്വം. ന്യായാധിപന്മാർ ഭരിക്കുന്ന കാലത്ത് ഒരുത്തൻ വേശ്യാപുത്രനാന്ന് പറഞ്ഞ് അവന്റെ സഹോദരന്മാർ അവനെ അപമാനിച്ചു. അവന് അന്യദേശത്തേക്ക് ഓടിപ്പോകുമ്പോൾ പറഞ്ഞ് മേലിൽ തിരിച്ചു വന്നേക്കല്ല, നിനക്കിവിടെ യാതൊരു അവകാശവും ഇല്ല. പ്രൈസലോ. അവൻ പോയി കുറെ നിസാരന്മാരുടെ കൂടെ പാർത്തു. ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ സൂക്ഷ്മമായി പഠിച്ചപ്പോഴേ, ദാവീദിനെ അപമാനിച്ചപ്പോൾ കടഭാരവും ഞെരുക്കവും രോഗമുള്ള കുറെ പാവങ്ങളോടെ പോയി പാർത്തു. പ്രൈസലോ. ഇബ്താഗ് നാണം കെട്ട് ഓടിയപ്പോൾ നിസാരന്മാരുടെ കൂടെ പോയി പാർത്തു. യുദ്ധം വന്നു. എന്നും സന്തോഷം ധരിക്കല്ല, ഓടിച്ചു വിട്ടവന്മാർക്ക് യുദ്ധമുണ്ടായി, അപമാനിച്ചു വിട്ടവന്മാർക്ക് യുദ്ധമുണ്ടായി. യുദ്ധം വന്നപ്പോൾ ഓടിച്ചെന്ന് ഇവർ പറഞ്ഞു, ഇബ്താഗേ നീ വന്ന് ഞങ്ങളെ രക്ഷിക്കണം. ആരാ വന്ന് പറഞ്ഞേ? ഇനി ആയുസ് ഞങ്ങളുടെ ഏറിയായി കയറിപ്പോയേക്കല്ല് എന്ന് പറഞ്ഞ് ആട്ടി വിട്ടവർ ചെന്ന് പറഞ്ഞു, നീ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? ഞങ്ങളുടെ രാജാവായിട്ട് ഒരല്ലലിയെ പറഞ്ഞേ. നിന്നെ എവിടുന്ന് തലകുനിയിച്ച് അപമാനിച്ച് ആട്ടിപ്പായിച്ചോ അവർ നിന്നെ തേടി വന്ന് വിളിച്ച് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അപമാനിച്ചവൻ തന്നെ, നിന്ദിച്ചവൻ തന്നെ, പരിഹസിച്ചവൻ തന്നെ നിന്നെ വിളിച്ചു വരുത്തുന്ന ദിവസങ്ങളുണ്ട്. ഇബ്താഗ് ഡിമാൻഡ് വെച്ചു, ഞാൻ വരാം. ഇപ്പൊ അവന്റെ പേരെന്തുവാ? ഇബ്താഗിന്റെ പേരെന്തുവാ? വേശ്യാപുത്രൻ. അവന്റെ അപ്പൻ തന്നെയാ ഇവരുടെ അപ്പൻ. പക്ഷെ ഇവരുടെ അമ്മയ്ക്കകത്തുണ്ട് പിള്ളേരെല്ലാം കൂടി ഇവനെ ഒറ്റപ്പെടുത്തി പരക്കം പാഞ്ഞ് ഇവൻ പോയി നിസാരന്മാരുടെ കൂടെ പാർത്തു. ഒരു ദിവസം ജാഥ പോലെ ഇവന്മാരെല്ലാം കൂടെ വന്നു, ഓടിച്ചു വിട്ടവന്മാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, ഇബ്താഗ് ഭയങ്കര യുദ്ധം വന്നു, ഞങ്ങൾക്ക് ഓടിച്ചു വിടാൻ അറിയാം, പക്ഷെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. സ്വോത്രം പറഞ്ഞു. ഇവർക്ക് എന്നോ അറിയാം, ഓടിച്ചു വിടാൻ അറിയാം. സ്വോത്രം പറഞ്ഞേ. പ്രൈസർ ആട്ടിപ്പായിക്കാൻ അറിയാം, പക്ഷെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഇവൻ ഓടിപ്പോകാൻ അറിയാം, പക്ഷെ അവൻ യുദ്ധം ചെയ്യാൻ അറിയാം. നല്ല സ്വോത്രം പറയണം. എടാ, യുദ്ധം ചെയ്യാൻ അറിയാവുന്നവനെ എവിടെ വിട്ടാലും യുദ്ധം വരുമ്പോൾ അവന്റെ ആവശ്യം വരും. നല്ല അല്ലലിയെ പറഞ്ഞാട്ടെ. അപ്പോൾ അവനോട് ദൈവം പറഞ്ഞു, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ എന്ത് ചെയ്യരുത്, മുഷിയരുത്. നീ ഇങ്ങനെ നിസാരന്മാരുടെ കൂടെ മുഴങ്കാലും മടക്കി സ്വോത്രം സ്വോത്രം രക്തം ജയം ഹല്ലേലൂയ ഗ്ലോറി പ്രൈസലോട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. സമയം വരുന്നുണ്ട്. സമയം വരുമ്പോൾ അവർ നിന്നെ തേടി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ ഈ നിസാരന്മാരുടെ കൂടെ പാർക്കുന്നു, കൈരിയും മുണ്ടുമൊക്കെ ഉടുത്തേക്കുന്നത്, ടീഷർട്ട് ഇട്ടേക്കുന്നത്, യുദ്ധം ചെയ്യാനുള്ള പടയൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഉടനെ പറഞ്ഞ് വിഷമിക്കേണ്ട, സൂട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ടൈ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുത്തൻ സൂട്ടിടിപ്പിക്കുന്നു, ഒരുത്തൻ ഷട്ടിടിപ്പിക്കുന്നു, ഒരുത്തൻ ടൈ കെട്ടിക്കുന്നു, ഒരുത്തൻ കയ്യെ വാച്ച് കെട്ടിക്കുന്നു, ഒരുത്തൻ അവനെ പിടിച്ചു. ഹലോ, പ്രൈസലോ, പ്രൈസലോ. ഇവർ തന്നെ എല്ലാം ചെയ്യിപ്പിച്ച് ഇവനെ അണിയിച്ചൊരുക്കി കൊണ്ടെന്ന് പറയാണ്, നീ ഇനിയും വേശ്യാപുത്രനല്ല, നീ ഞങ്ങളുടെ രാജാവാണ്. ഒരല്ലലിയെ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ദൈവം സമയം വരുമ്പോൾ നിന്നെ ഉയർത്തും. എത്ര ഉയർത്തും? സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്നത് പോലെ നിന്റെ നാമത്തെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ജോസഫ് ഒരിക്കലേ അപ്പം ചുമന്നുള്ളൂ. പക്ഷെ ഈ ചേട്ടന്മാര് ഓരോ മാസവും കാലിച്ചാക്കും കൊണ്ട് അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് അരിയും ചുമന്നുകൊണ്ട് വരും. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. ആരിവനെ സ്വപ്നക്കാരൻ വിളിച്ച് അപമാനിച്ചോ അവരിപ്പോൾ ഇവൻ്റെ മുമ്പ് കൈ നൂപ്പി നിൽക്കുകയാണ്.
നാട്ടിൽ ഭയങ്കര ക്ഷാമമാ, ഒരു ചാക്കിനകത്തും അരിയില്ല, ഞങ്ങൾ പട്ടിണിയായി കിടക്കുന്നു, അപ്പൻ പട്ടിണി കിടക്കുന്നു, ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു, അവൻ്റെ അനിയൻ വീട്ടിൽ പട്ടിണി കിടക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ജോസഫ് ചിരിക്കുക. കാരണം 11 പേരും കൂടി ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക, 11 കറ്റ നമസ്കരിക്കുക. താമസിച്ചില്ല, രഥമയച്ചപ്പോൾ ചൈതന്യം വന്നൊരു സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് പകൽ ദൈവം ചിലർക്ക് ചൈതന്യം വരുത്താൻ പോകുക. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, വലിയ യുദ്ധം ശിംശോൻ ചെയ്തു, പക്ഷെ യുദ്ധം ജയിച്ച് ഒരു കഴുതയുടെ പച്ചത്താടികളുണ്ട്, കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് 1000 പേരെ തകർത്ത് മുൻപോട്ട് പോയപ്പോൾ ക്ഷീണിച്ചു പോയി. യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് മരിക്കാൻ തുടങ്ങുക. ഉടനെ ദൈവത്തോട് ഒറ്റ നിലവിളി, ദൈവമേ നീ എനിക്കൊരു ജയം തന്നു, ഞാൻ ഇവന്മാരുടെ മുമ്പിൽ വെള്ളം കുടിക്കാതെ ചാകല്ലെന്ന് പറയും. ഒരൊറ്റ മുഴക്കം. നോക്കിയപ്പോൾ ആ മരുഭൂമിയിൽ പെട്ടെന്ന് ഒരു ഉറവ തുറന്നു. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് പകൽ നിരാശപ്പെട്ട് ചൈതന്യം നഷ്ടപ്പെട്ട നിന്റെ മുമ്പിൽ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചില ഉറവകൾ വ്യക്തമായി ആത്മാ പറയുന്നു, പെട്ടെന്ന് മരണം കൊതിക്കുന്നവന്റെ കൂടാരത്തിൽ പെട്ടെന്ന് ചില ഉറവകൾ ദൈവം തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രമേ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാവൂ. ക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, പെട്ടെന്ന് ഒരു ഉറവ തുറന്നു. ശിംശോൻ അതിൽ നിന്ന് കോരി കുടിച്ചു. അവൻ ആരായി മാറി? ചൈതന്യം. ഒന്ന് പറഞ്ഞേ, ചൈതന്യമുള്ളവനായി മാറി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരായി മാറി? ദൈവം നിന്റെ മുഖത്തൊരു ചൈതന്യം തരാൻ പോകുകയാണ്. ഇന്ന് രാവിലെ അങ്ങനെ തന്നെ പറയാൻ ആത്മാവ് പറയുന്നു, ചൈതന്യം. നിരാശപ്പെട്ടു പോയ നിന്റെ മുഖത്തൊരു ചൈതന്യം. ഹല്ലേലൂയ. യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നതുപോലെ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിഞ്ഞ നിന്റെ മുഖത്ത് ദൈവം ഈ രാവിലെ ഒരു ചൈതന്യം തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ നന്നായി കരപടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സമയം ഓടിപ്പോന്നില്ല. അതിന്റെ 7ാമത്തെ വാക്യം 1:6-7. അവന് നീതിയെ പ്രഭാതം പോലെയും ചൈതന്യം വരിക മാത്രമല്ല, പ്രഭാതം പോലെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ പോകുക. സ്വത്രം പറയാമോ? നിന്റെ ഭവനത്തിനകത്ത് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ഒരു പ്രകാശം. നിന്റെ തലമുറയിൽ പ്രഭാതത്തിൽ സൂര്യൻ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് പോലെ ഉള്ള ഒരു വിടുതൽ സംഭവിക്കും. നിന്നെ അത് കണ്ട് നിന്റെ മുഖം പ്രത്യാശയോടെ നിറയാൻ പോകുമ്പോൾ നീ എന്ത് ചെയ്താൽ മതി? പരാതിപ്പെടണ്ട. ആരുടെയും ദോഷം കേൾക്കാൻ പോവാണ്. എൻ്റെ പാസ്റ്ററെ അയാൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു. ഒന്നും നീ എന്ത് ചെയ്യണ്ട. നീ എന്ത് ചെയ്യണം? 7ാമത്തെ വാക്യം. ആരാധിക്കാൻ വരുമ്പോഴല്ല, നീ വീട്ടിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ ഈ കേട്ടേൻ്റെ എല്ലാം മറുപടി പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് അവൻ ഇങ്ങോട്ട് എഴുതി, നീ അങ്ങോട്ട് എഴുതി, അവൻ ഇങ്ങോട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ നിനക്കാമിടുക്ക് അവർക്കാമിടുക്ക് എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. നിനക്കൊരു മിടുക്കുമില്ല, നിനക്കൊരു കഴിവില്ല. കഴിവുള്ളവൻ നിന്റെ കൂടെ ഉണ്ട്. നീ മിണ്ടായിരുന്നാൽ മതി. നീ മിണ്ടിയാൽ അവൻ മിണ്ടത്തില്ല. നീ പ്രതികരിച്ചാൽ അവൻ പ്രതികരിക്കത്തില്ല. നീ പ്രവർത്തിച്ചാൽ അവൻ പ്രവർത്തിക്കത്തില്ല. അവൻ പ്രവർത്തിക്കാൻ സമയം കൊടുക്ക്. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ നീ സമയം കൊടുക്ക്. നീ അവന്റെ മുമ്പാകെ ആരോടോ ശക്തമായി ഇടപെടുകയാ. നീ പ്രതികരിക്കേണ്ട കുഞ്ഞെ, നീ മിണ്ടാതിരിക്ക. ഓ ജീവാരാബാബ ശാന്താരാധാര വൈഡരമന രക്തത്താലെ ജയം. ഈ 36 സങ്കീർത്തനത്തിന്റെ 9ാമത്തെ വാക്യത്തില് ഭക്തൻ അതിനു മുമ്പ് ഒരു ഭയങ്കര വചനം പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേ. നിന്റെ പക്കൽ ഈ നമ്മോട് സംസാരിക്കുന്ന എല്ലാം നമ്മളെ കൊല്ലുന്ന വാക്കുകളാണ്. പിച്ചാത്തിയില്ലാതെ കുത്തുക, വിഷം തരാതെ നമ്മളെ വിഷം കുടിപ്പിച്ച് കൊല്ലുക, ഇതെല്ലാം പിശാചിൻ്റെ പരിപാടിയാണ്. ചെറിയൊക്കെ കയ്യിലെടുത്തേക്കുക. അവനത് പറയട്ടെ. ഇന്നലെ എൻ്റെ ഒരു പ്രിയ സഹോദരൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഇന്ന വ്യക്തി എപ്പോഴും അങ്ങ്. ഞാൻ പറഞ്ഞു, അവനെ ഏൽപ്പിച്ച ജോലി അവൻ വിശ്വസ്തയോടെ ചെയ്യണം. എന്നെ ഏൽപ്പിച്ച ജോലി, ഞാൻ മെൽബണി വരെ പോകുന്നു, പ്രസംഗിക്കുന്നു, പെട്ടെന്ന് തിരിച്ചു വരുന്നു, ഒക്കെയാണ് ഇന്ന് രാത്രി ബഹ്റിൻ വരെ പോകുന്നു, ബുധനാഴ്ച തിരിച്ചു വരുന്നു. അതൊക്കെ എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. അവൻ്റെ പരിപാടി കുറ്റം പറഞ്ഞു നടക്കുക. അവനെ ഏൽപ്പിച്ച ജോലി ചെയ്യണം. ഞാൻ എന്നെ ഏൽപ്പിച്ച
നല്ല സ്വതന്ത്രം പറഞ്ഞേ. പക്ഷെ അവന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. ഇന്ന് രാവിലെ അത് ഇബ്താഹിനെ തേടി വന്നതുപോലെ, ശിമിശോൻ ഉറവ തുറന്നതുപോലെ, യാക്കോബിന് രഥം വന്നതുപോലെ നിനക്ക് വേണ്ടി ചില പുതിയ ജീവന്റെ ഉറവകൾ ദൈവം തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുക, ഈ ആരാധന നഷ്ടമല്ല കേട്ടോ. ഇന്ന് രാവിലെ നീ ഉറക്കളച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് വന്നത് ഒരു നഷ്ടമല്ല, ഒരു വിടുതല. അവന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. ഓ റബലബ ശാന്തര രഗമനെ റൗഷ സൈഡ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശമുള്ളവരായി മാറും. ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിച്ചേ, ഞാൻ റാന്നിയിൽ ഒരു പ്രകാശമായി മാറും. ഞാൻ മന്നപരിധിയിൽ ഒരു പ്രകാശമായി മാറും. ഞാൻ വലിയകാവിൽ ഒരു പ്രകാശമായി മാറും. ഞാൻ മോതിരവയിൽ ഒരു പ്രകാശമായി മാറും. ഞാൻ മുക്കാലിമണിൽ ഒരു പ്രകാശമായി മാറും. ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രകാശമായി മാറും. ഞാൻ പത്തനാപുരത്തൊരു പ്രകാശമായി മാറും. ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ. നീ അവന്റെ പ്രകാശത്തിൽ പ്രകാശമുള്ളവരായി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് നിന്നെ ഒരു പ്രകാശമാക്കി മാറ്റാൻ, പ്രകാശമാക്കി മാറ്റാൻ. ഓ ദേവല രമന രഗൽക്കനെ വൈഡ. ഞാൻ 2022 കൊട്ടാരക്കരയിൽ പോയി ചില പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്തി. അതിനകത്ത് ഒരു ഹൈന്ദവ സഹോദരനുമുണ്ടായിരുന്നു. 23 വർഷങ്ങൾക്ക് ശേഷം 2002 ശേഷം 2025 ഞാൻ മെൽബണിലിരിക്കുമ്പോൾ ഈ സഹോദരനും സഹോദരിയും പ്രൈസലോ ലാലു അച്ചായനും ബിന്ദു സിസ്റ്ററും അവരെ തേടി പിടിച്ച് എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, പീസ് ചെറിയാൻ പാസ് ഞങ്ങളെ ഓർക്കുന്നു. ഞാൻ ഓർക്കത്തില്ലെന്ന് ആരോടും പറയത്തില്ലേ, ഞാൻ അറിയത്തില്ലേലും എല്ലാവരോടും അറിയുന്നത് പോലെ ഇടപെടത്തും. നമ്മൾ അറിയുന്നവർ പോലും ചിലർ അറിയാത്ത ഭാവം കാണിക്കും. ഞാനങ്ങനല്ല, ഒരല്ലടിയെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് നല്ല പരിചയം, പക്ഷേ ഇല്ല പാസ് 23 വർഷങ്ങൾക്ക് ശേഷം ആദ്യം കാണുവാന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ തപ്പി നടക്കുകയായിരുന്നു ഞങ്ങളെ സ്നാനപ്പെടുത്തിയ ആളിനെ ഒന്ന് കാണാൻ. ഞാൻ ചോദിച്ചു എവിടെ വെച്ചാ? അത് കൊട്ടാരക്കരയിൽ പാസ്റ്റർ സാമ ശുശ്രൂഷിക്കുന്ന സഭയിൽ വേറൊരാളെയാണ് സ്നാനത്തിന് വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് സമയത്ത് വരാനോ കാഞ്ഞുകൊണ്ട് പെട്ടെന്ന് പാസ്റ്ററെ വരുത്തി. പാസ്റ്ററാണ് എൻ്റെ സ്നാനം നടത്തിയത്. ഞങ്ങളിപ്പോൾ ഇവിടെ ദീപന്തക്കോസ് സഭയിലാണ് മെൽബണിൽ പോകുന്നതെങ്കിലും പാസ്റ്ററെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ കൊതിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹവും ഭാര്യയും കൂടെ വന്നു. പിന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി, അവരുടെ പിള്ളേരുടെ ഷോപ്പിൽ കൊണ്ടുപോയി എന്ന് വേണ്ട വലിയ സന്തോഷവും സൽക്കാരങ്ങളുമായിരുന്നു. അപ്പോൾ 23 വർഷം കഴിഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ്റെ ആ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ആത്മീയ സ്നേഹത്തിൻ്റെ വില ഒന്നുകൂടെ വലുതായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ മറക്കാതിരുന്ന് എന്നെ കൊണ്ട് രണ്ടുപേരും തലയെ കൈവച്ച് പ്രാർത്ഥിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്തോ വേണം അതെല്ലാം തരാൻ അവർ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മീയ സ്നേഹം എന്ന് പറഞ്ഞൊരു സന്തോഷം കേട്ടോ. അവരുടെ മുഖം പ്രകാശിച്ചു. ഹല്ലേലൂയ. എനിക്കും ഭയങ്കര സന്തോഷമായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറന്നില്ല. പിന്നെ ഒത്തിരി പേര് വന്ന്, പാസ്റ്റർ ഞങ്ങളുടെ കല്യാണം പാസ്റ്റർ നടത്തിയത് ഈ 2 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊന്നും ഓർക്കുന്നില്ല. 4 ചില്ലുവാനും കല്യാണം നടത്തിയില്ലേ? അത് ഏതൊക്കെയാണ് നമുക്ക് ഓർമ്മയില്ലേലും അവരൊന്നും നമ്മളെ മറന്നിട്ടില്ല. അവരുടെ ഒരു കല്യാണം നടന്നുള്ളൂ. ഞാനല്ലേ 400 നടത്തിയേ. അവരൊന്നല്ല കല്യാണം കഴിച്ചുള്ളൂ. അവരെന്നെ ഓർത്തിരിക്കുക. ഇന്ന് പകൽക്കാലം വിടുതൽ മറക്കാത്ത ചിലരുണ്ട്, സൗഖ്യങ്ങൾ മറക്കാത്ത ചിലരുണ്ട്, ദൈവം നടത്തിയ വിധങ്ങൾ മറക്കാത്ത ചിലരുണ്ട്. നീ ഒന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോ. സ്തുതിച്ചാൽ സമയം വരുമ്പോൾ ദൈവം നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും. ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞേ. നിന്റെ മുഖം ചൈതന്യമുള്ളതായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ നിന്റെ മുഖത്തൊരു വലിയ പ്രകാശമുണ്ടാകണം. അത് മാനുഷികമല്ല, ദൈവികമായി ഇറങ്ങി വരുന്ന പ്രകാശം. മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ഇന്ന് രാവിലെ ജൂൺ മാസം 8 രാവിലെ ജനത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്ന ഒരു ദൈവ കൃപ ഈ ആലയത്തിൽ വ്യാപരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ ഏതോ കോണുകളിൽ ഈ ലൈവ് കാണുന്നവരുടെയൊക്കെ കൂടാരത്തിനകത്ത് ആ പ്രകാശം ഇറങ്ങുകയാ. നിരാശ മാറട്ടെ, മുഷിച്ചില് മാറട്ടെ. സഹോദര, നീ മുഷിയരുത്. സഹോദരി, നീ മുഷിയരുത്. യൗവനക്കാരാ, നീ മുഷിയരുത്. ദൈവത്തിന് പ്രത്യാശ വെച്ച് നിന്റെ വഴി ദൈവത്തെ ഫലമേൽപ്പിച്ച് അവൻ ആ വഴി തുറക്കുകയാ. ഇന്ന് രാവിലെ യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ മഹാപുരോഹിതനായ മൽക്കീസദേക്ക് തേടി വന്നതുപോലെ ശാലേമിന്റെ രാജാവ് ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്നെ എതിരേൽപ്പാൻ വരുന്നത് പോലെ ഒരനുഭവം വെളിപ്പെടുകയാ. ഈ ആലയത്തിന്റെ പടി ഇറങ്ങുന്നതിന് മുമ്പേ നിന്നെ എതിരേൽക്കുന്ന ഒരു ശാലേമിന്റെ രാജാവിന്റെ സാന്നിധ്യമോ. ചുടപരമനകൾ കനകധരചനെ റൗഡകരിമന റൗഷപ്രമന
രണ്ട് കരമടിച്ച് അന്യഭാഷകൾ അല്പനിമിഷങ്ങൾ. ഓ റബാല ബാല 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 ബസ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ശൂന്യത മാറട്ടെ, മുഷിച്ചിൽ മാറട്ടെ, നിരാശ മാറട്ടെ, പ്രത്യാശ നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ, മരണം നീങ്ങട്ടെ. ഓ സമയത്തിന് മുമ്പുള്ള പെടുമരണങ്ങൾ രാവിലെ ഇതിന്റെ കൂടാരം വിട്ടുമാറട്ടെ, ചില അനർത്ഥങ്ങൾ മാറട്ടെ, ചില അപകടങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിലോ. നിന്റെ കൂടാരത്തിൽ സമയത്തിന് മുമ്പേ മരണം വരുത്തുവാൻ, ചില അനർത്ഥം വരുത്തുവാൻ, ചില അപകടം വരുത്തുവാൻ, ചില പെടുമരണം വരുത്തുവാൻ, അത് പത്രവാർത്തയാക്കുവാൻ ഒക്കെ നോക്കുന്ന ചില ദൂട്ടന്റെ വ്യാപാരത്തെ ഇന്ന് രാവിലെ നുകമൊടിച്ച് അതിന്റെ അമിക്കയറ് പൊട്ടിച്ച് ജനത്തിന്റെ മേൽ വിടുതലയിക്കുകയാ ഏറ്റെടുക്കുന്നവർ. ഓ ഒരു നിമിഷം കണ്ണുകൾ നടക്കുക. മുഷിഞ്ഞ ഹൃദയവുമായി വന്ന ചിലരോട് ഇന്ന് രാവിലെ ഒന്ന് പറയുമോ, എൻ്റെ ആത്മാവേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ മുഷിഞ്ഞ ഹൃദയവുമായി വന്ന ചിലർക്ക് ഈ വചനത്തിലൂടെ ദൈവം ഉപകാരം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ നിന്റെ മനസ്സോട് പറ, സ്വസ്ഥമായിരിക്കെ. ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. തീയുടെ മുമ്പിൽ മെഴുക ഉരുകിപ്പോകുന്നത് പോലെ, കാറ്റത്ത് പുക പറന്നു പോകുന്നത് പോലെ ചില കൂടാരത്തിൽ നിന്ന് ചില തിന്മ ഒഴിഞ്ഞു പോകുകയാണ്, ചില പോര് അരിഞ്ഞു മാറുകയാണ്. നീ ഇവിടെ വരെ രാവിലെ കഷ്ടപ്പെട്ട് വന്നത് നഷ്ടമല്ല, അതൊരു വിടുതലായി മാറുകയാ. എത്ര പേര് രാവിലെ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില കൂടാരങ്ങളുടെ ഉള്ളറയിൽ ശക്തമായൊരു ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടുകയാ. യെസ്. എല്ലാ കണ്ണുകളും അടയട്ടെ. അല്പനിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ ദീപാബാബാഷ്, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേക്കാം. ആ കരങ്ങൾ രണ്ടും ദൈവത്തിലേക്കൊന്ന് ഉയർത്തിക്കേ.